നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഊർജ്ജ മേഖലയ്ക്ക് കരുത്ത്. പവർ ഗ്രിഡുകൾ ശക്തിപ്പെടുത്താൻ അയർലൻഡ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വൻതുക സംഭാവന നൽകും. ഗോർ സ്ട്രീറ്റ് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് 75 മില്യൺ യൂറോ വരെയാണ് സംഭാവന നൽകുന്നത്. പള്ളി തുറക്കും. 9 മാസത്തെ അടച്ചിടലിന് ശേഷം ക്ലോൺസ്കീക്ക് പള്ളി തുറക്കും. ഫെബ്രുവരിയിൽ പള്ളി വീണ്ടും തുറക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസുകാർക്ക് പുതിയ ശരീര കവചം. അയർലൻഡിലെ പോലീസുകാർക്ക് പുതിയ ശരീര കവചം. പൊതുക്രമം പാലിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണ് പുതിയ കവചം വിതരണം ചെയ്യുക. പണികൾ മാർച്ച് മുതൽ. ചരിത്ര പ്രസിദ്ധമായ RD കാസലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. മാർച്ച് മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. പൊതുജനങ്ങളുടെ ഫോൺ ഉപയോഗം ഇനി ഗാർഡ നിരീക്ഷിക്കും. ഇതിന് അനുമതി നൽകുന്ന നിയമത്തിന് അയർലൻഡ് സർക്കാർ ഉടൻ അംഗീകാരം നൽകും. അയർലൻഡിൽ നിന്നും ഓസ്കർ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരെ അഭിനന്ദിച്ച് പ്രസിഡന്റ് കാതറിൻ കനോലി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു അഭിനന്ദനം. ക്രിസ്തുമസും ന്യൂ ഇയറും കഴിഞ്ഞതോടെ ഫ്ലൂ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന. രോഗവ്യാപനം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് HSE മുന്നറിയിപ്പ് നൽകി. GAA ആസ്ഥാനത്ത് പ്രതിഷേധം. അയർലൻഡിലെ GAA ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധിച്ച് പാലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ. ജർമ്മൻ കമ്പനിയായ അലയൻസുമായുള്ള സ്പോൺസർഷിപ്പ് കരാർ തുടരാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. പുതിയ നിയമം പ്രാബല്യത്തിൽ. അയർലൻഡിൽ പാർട്ട് ടൈം ജോലിക്ക് പുതിയ നിയമം. വർക്ക് പ്ലേസ് റിലേഷൻസ് കമ്മീഷൻ തയ്യാറാക്കിയ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. അമേരിക്ക പിന്മാറി. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറി അമേരിക്ക. ഏകദേശം $260 മില്യൺ കടബാധ്യതയുമായാണ് പിന്മാറ്റം. ഇന്ത്യൻ എംബസിക്കു നേരെ ആക്രമണം. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ എംബസിക്കു നേരെ ഖലിസ്ഥാൻ ഭീകരരുടെ ആക്രമണം. അതിക്രമിച്ചു കയറിയ ഭീകരർ ഇന്ത്യൻ പതാക അഴിച്ചുമാറ്റി ഖലിസ്ഥാൻ പതാക സ്ഥാപിച്ചു. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ്. ഇടതു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കില്ല. രാഹുൽ ഗാന്ധിയുടെ കൊച്ചി സന്ദർശനത്തിനു പിന്നാലെ പരാതിയുമായി ശശി തരൂർ. സന്ദർശനത്തിനിടെ തനിക്ക് പരിഗണന കിട്ടിയില്ലെന്ന് തരൂർ. പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് വാഹനാപകടത്തിൽ പരിക്ക്. മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് കളക്ടറുടെ കാറ് തലകീഴായി മറിയുകയായിരുന്നു. മോദി കേരളത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസാരിച്ച അദ്ദേഹം അമൃത് ഭാരത് ഉൾപ്പെടെ 4 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. പര്യടനം റദ്ദാക്കിയേക്കും. വിവാദങ്ങൾക്കിടെ ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് പര്യടനം റദ്ദാക്കിയേക്കുമെന്ന് സൂചന. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ പര്യടനം തീരുമാനിച്ചിട്ടുള്ളത്. സച്ചിൻ ബേബിക്ക് റെക്കോർഡ്. രഞ്ജി ട്രോഫിയിൽ 6000 റൺസ് നേടുന്ന ആദ്യ കേരള താരമായി സച്ചിൻ ബേബി. ചണ്ഡീഗഡിനെതിരായ മത്സരത്തിന് പിന്നാലെയാണ് സച്ചിന്റെ നേട്ടം. അയർലൻഡിൽ മഴ തുടരും. അയർലൻഡിൽ മഴയെ തുടർന്നുള്ള ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമോ അതിശക്തമോ ആയ മഴ ലഭിക്കാം. കേരളത്തിൽ ചൂട്. മഴ മാറിയതോടെ കേരളത്തിൽ ചൂടുള്ള കാലാവസ്ഥ. വരും ദിവസങ്ങളിൽ നേരിയ മഞ്ഞും ചൂടും ഇടകലർന്ന കാലാവസ്ഥ അനുഭവപ്പെടും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.